മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ? അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി? അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ടേരോ? എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? കുണ്ടിക്ക് മാത്രമാക്കണ്ട മോളെ നിന്റെ ഇത്ര കളിക്കാൻ മാത്രം എന്താ ഉള്ളത്? എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? ചേച്ചിക്ക് സർപ്രൈസ് കൊടുക്കാൻ കുണ്ടിക്ക് മൊയിലാഞ്ചി, അപ്പൊ നിന്റെ ഭർത്താവിന് സർപ്രൈസ് കൊടുക്കാൻ ആടെയാ മൊയിലാഞ്ചിടാ? അവർ ജോലി ഇല്ലാന്ന് ഇവര് പറഞ്ഞു കളിയാക്കുന്നത്. മര്യാദ ഇല്ലത് കൊണ്ട് അവര് വെച്ചിട്ട് പോയി. അതൊന്നും പോരാ, തള്ളക്കൊന്നും കൂടി വിളിക്കണം. സുണ്ണാണിക്ക് മൈലാഞ്ചി ഇട്ടുകാന്നും പറഞ്ഞ ഒരാണാന്ന് ഇങ്ങനെ ചെയ്തതെങ്കിൽ ഓനിപ്പോ ജയിലിൽ കിടക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ ചെയ്ത ആഹാ, ആണുങ്ങൾ ചെയ്ത ഓഹോ. ക്ഷമിക്കണം, ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ്. വീഡിയോ അപ്ലോഡ് ചെയ്തത് മാത്രമേ ഓർമ്മയില്ലൂ. കമന്റ് ബോക്സ് മൊത്തം അണ്ണാക്കിലടിച്ച് തെറിവിളിയാണ്. അല്ല, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്നും കാണുന്നില്ല? ഇത്രയും വലിയ അപരാധം പിടിച്ചത് കാണിച്ചു വെച്ചിട്ട് ഇവർക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തോന്നി. മര്യാദ ജീവിച്ചു പോകുന്ന ഒരാളെ പ്രൊഫഷനെയാണ് ഇവർ കുറ്റം പറയുന്നത്. എന്നാൽ ഏത് ചേച്ചിക്കായിരിക്കും കുണ്ടിക്ക് മൊയിലാഞ്ചിട്ട് സർപ്രൈസ് കൊടുക്കാൻ നോക്കിയിട്ടുണ്ടാവാ? ഹലോ നമസ്കാരം, ഞാൻ നിരഞ്ജന. ക്ഷമാപണം നടത്തിയ വീഡിയോയിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടായാലും ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഈ പ്രാങ്ക് കാരണം ആ മെഹന്തി ആർട്ടിസ്റ്റിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിനെ ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കുന്നു. സോറി പറയും, ഇത്ര എളിമയും വിനയും വേണ്ട ചേച്ചി. മുഖത്ത് കുറച്ചെങ്കിലും ജാട വേണം. തമാശക്ക് ചെയ്ത സാധനം കൂടിയ വാണത്തരായി പോയി. ചേച്ചിന്റെ RJ പണി വരെ പോയി. എല്ലാ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം, ഞാൻ RJ അഞ്ജലി. ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കാരണം, ഇതിൽ വന്ന പ്രതിഷേധം കാരണം എൻ്റെ RJ പണി പോയി. മരണം ഇപ്പം മറക്കപ്പെടേണ്ട സ്ഥലമാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവിടെ നിപ്പിൾസിൽ ടാറ്റു അടിക്കുന്ന വീഡിയോകളുണ്ട്. സ്ത്രീകളുടെ മുഖ്യഭാഗത്ത്, രഹസ്യഭാഗത്ത് ടാറ്റു അടിക്കുന്ന വീഡിയോസ് ഉണ്ട്. അതിനൊന്നും ഒരു പ്രശ്നമില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് പ്രാങ്ക് ആണെന്ന് മാറ്റി വെച്ചിട്ട് ആ കുട്ടിയുടെ ആഗ്രഹം തോന്നുകയാണ്. ആ കുട്ടിയുടെ കുണ്ടിയിൽ ടാറ്റു ഈ പറയപ്പെടുന്ന മെഹന്തി ഇടാൻ ആഗ്രഹം തോന്നുന്നു. ആ കുട്ടി ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചത് ചോദിക്കുന്നു, അത് തെറ്റാണോ? ഈ വാണലോകത്ത് ഏതാളാ പുതിയൊരു വാണക്കുണ്ടി? എനിക്കത്ര മുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നീ പോയി ഇട്ടോട്. പ്രൈവറ്റ് പാർട്സിൽ ടാറ്റു ചെയ്യുന്നുണ്ടെങ്കിൽ ടാറ്റു ചെയ്യുന്ന ആളുടെ പെർമിഷനോട് കൂടിയാണ് അത് ചെയ്യുന്നത്. വെഡിങ്ങിന് മൈലാഞ്ചി ഇടുന്ന ആളെടുത്ത് പെട്ടെന്ന് വിളിച്ചിട്ട് പറയുന്നു കുണ്ടിക്ക് മൈലാഞ്ചി ഇട്ടായിരുന്നു. ഇതെല്ലാം ന്യായീകരിക്കാൻ ഇങ്ങനെ ഓരോരോ വാണങ്ങൾ. അങ്ങനെ കുണ്ടിക്ക് മൈലാഞ്ചി ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീട്ടുകാർ ഇട്ടെടുത്തോട്ടെ, അല്ലെങ്കിൽ നീ പോയി ഇട്ടുകൊടുക്ക്. സ്വയം വളിപ്പടിക്കുക, സ്വയം BJM ഏറ്റി മാസ് കാണിക്കുക. ഇത് ഏത് യൂണിവേഴ്സടേ? അതിൽ കയറി ഊക്കി ലൈക്ക് അങ്ങനെ ചില തെറ്റുകളുണ്ട്. എന്നൊരു കൊച്ചുപേരെ ഊക്കിയായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഇവിടെ കുറെ പട്ടികളാണെന്ന് കുറയ്ക്കും. അതിന്റെ പുറകെ കിടന്ന് ഓടാനോ അല്ലെങ്കിൽ തിരിച്ച് പറയാനോ ഒന്നും എനിക്ക് സമയമില്ല. നിനക്കാരെയും കുറ്റം പറയാൻ, നിന്നെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അത് കൊച്ചുമൈര് തെണ്ടികൾ. നമുക്ക് കൊടുക്കാൻ അറിയെങ്കിൽ തിരിച്ചു കിട്ടുമ്പോൾ വാങ്ങാനും അറിയണം. അല്ലാണ്ട് ഇങ്ങനത്തെ മൂഞ്ചി തെറ്റിയിരിക്കാനാണെങ്കിൽ ഇങ്ങനത്തെ പറ്റാത്ത പണി ചെയ്യാണ്ടിരിക്കുക. അവനെ കുറ്റം പറയുന്ന അതേ കാര്യമല്ലേ നീ ചെയ്യുന്നത്? അപ്പൊ നീ ഒരു വലിയ മൈറ്റല്ലേ? എന്തിനാണ് കമന്റ് ബോക്സ് ഓഫ് ആക്കി ഇടുന്നത്? കമന്റ് ബോക്സ് ഓൺ ആക്കിയിടേണ്ട ധൈര്യം കാണിക്ക്. നിന്നെ ആരെങ്കിലും ട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് റീച്ച് ഉണ്ടാക്കാൻ, നീ ആരെങ്കിലും ട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. ഞാനിപ്പോ ആൾക്കാരെ ട്രോൾ ചെയ്യുന്നുണ്ട്, എന്റെ നേരെ ഒരു ട്രോള് വന്നാൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്യും. എന്റെ ഐഡി കണ്ടാ പറയും നീ ആരാണെന്ന്. വിജയ് ഫാൻ, ഏജ് 20, കേക്ക് മർഡർ ഇൻ 16 ജൂലൈ, ട്രാവൽ ലവർ, ആൻസർ, നെവർ മൈൻഡ് നെഗറ്റീവ് തോട്ട്സ്. ഈ ക്രിഞ്ച് എന്നാ ഇത്? ആധാർ കാർഡിനെക്കാളും ഡീറ്റെയിൽസ് ഉണ്ടല്ലോ ഇതില്. 2018 ജീവിക്കുന്ന നീയാണോ മറ്റുള്ള ആൾക്കാരെ ട്രോൾ ചെയ്യാൻ പോകുന്നത്? നീ വെച്ച പ്രൊഫൈൽ പിക്ചർ പോലും നിന്റെ അല്ല. നീ ഒരു പെണ്ണാണോടി? എന്നാ ചേച്ചി വിശക്കുന്നുണ്ടാ? ഇങ്ങനെ തിന്നാ വരികൾ തൊണ്ടേ കൊടുക്കും. സ്റ്റേജ് 1 ആംഗ്യപ്പാട്ട് നടക്കുന്നുണ്ട്. ഇതല്ലേ ഏത് യൂണിവേഴ്സിറ്റി? ഇത്രയും നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞിട്ടും തളരാതെ ഹീറോ തന്നെയാണ്. അതിനെ ഞങ്ങളുടെ നാട്ടിൽ തൊലിക്കട്ടി എന്നാ പറയാ. കൊല്ലത്ത് ട്രാൻസ്ജെൻഡേഴ്സ് തമ്മിലുണ്ടായ ഫൈറ്റാണിത്. പെണ്ണും ആണും ഒരേപോലെ നാണിക്കണം. ഇത് ആണിനും പെണ്ണിനും ഒരേപോലെ അവമാനം. ഇവന്റെ അഭിനയം അല്ലെങ്കിൽ അഭിനയിച്ച രീതിയിൽ ജീവിച്ചു എന്നും പറഞ്ഞ് ഇവനൊരു അവാർഡ് കൊടുക്കണം. खराब हो जाएगा, मैं माँ अम्मा बहन पे आ जाऊंगा, मैं इनकी अम्मा बहन पे आ जाऊंगा.
കണ്ണ് വരെ അഭിനയിച്ച്. മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് കളിച്ച 30 വയസ്സുള്ള യുവാവിനെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതായി പരാതി. മഞ്ഞപ്പൊടി വെള്ളത്തിൽ കലക്കുന്ന കുറെ ടീംസ് വേറെ കുറെ ഉണ്ട്. നമുക്ക് അറിയിലിടാൻ വെച്ചാൽ മഞ്ഞപ്പൊടി കാണുന്നില്ല. ട്രെൻഡാന്നും പറഞ്ഞ അനിയത്ത് കൊണ്ടുപോയി ഉപ്പിലിട്ട് വെച്ച്. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിലും വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത മുടിഞ്ഞു പോണേ.